വിഷയാസ്പദ പഠനം, വിഷയാസ്പദ ചിന്തകൾ ഈ ഭദ്രാസനത്തിനുണ്ട്. കഴിഞ്ഞ വർഷം കുടുംബ നവീകരണം, ഈ വർഷം വിശ്വാസ പരിപോഷണ വർഷം. അതുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ എടുത്തിരിക്കുന്ന ധ്യാന വിഷയം കുടുംബ നവീകരണത്തെയും വിശ്വാസ പരിപോഷണത്തെയും തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു വിഷയമാണ്. വിശ്വാസത്തിലേക്ക് കുടുംബ നവീകരണം എന്ന വിഷയത്തിൽ നിന്ന് വിശ്വാസ പരിപോഷണത്തിലേക്ക് പ്രവേശിക്കുവാൻ സഹായകരമായ ഒരു വിഷയം ഇന്ന് വായിച്ച വേദഭാഗത്തെ ആസ്പദമാക്കി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പങ്കുവയ്ക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പാഠഭാഗമായി വായിച്ചത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. 1 ശമൂവേൽ 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പാഠഭാഗമായിട്ട് ഒരു യുവാവ് വായിച്ചു. അതിൽ അത്യധികമായിട്ടുള്ള സന്തോഷം ഉണ്ട്. ധ്യാനത്തിന് സഹായകരമായി 2 വാക്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് വായിക്കുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 17ഉം 18ഉം വാക്യങ്ങൾ. അതിന് ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതും ഇല്ല. അവളുടെ മുഖം പിന്നെ വാടിയതും ഇല്ല. ആൻഡ് ഹെർ ഫേസ് വാസ് നോ ലോങ്ങർ സാഡ്. പ്രാർത്ഥിക്കാം. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിന്മധുരാമൃതവചനം ഖിന്നതയാകവേ പോക്കും. നിന്മധുരാമൃതവചനം ഖിന്നതയാകവേ പോക്കും. മഹിമയേഴും പരമേശ പാഹിമാം യേശു മഹേശ. മഹിമയുള്ള കർത്താവേ, അവിടുത്തെ മഹത് വചനത്തിന് മുമ്പാകെ പാദപീഠത്തിൽ ഞങ്ങൾ അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിനെ അകറ്റുന്ന വചനത്തിൻ്റെ വെളിച്ചം ഞങ്ങളിൽ നീ പകരണമേ. ഞങ്ങളുടെ മ്ലാനതയെ മാറ്റി, ദുഃഖത്തെ മാറ്റി സന്തോഷം നൽകുന്ന വചനം ഇന്ന് ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവിലൂടെ അടിയനെയും ജനത്തെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ, രൂപാന്തരത്തിലേക്ക് നയിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. വിശ്വാസം എന്ന വിഷയം വിശ്വാസികളുടെ ഇടയിൽ നിന്ന് മാർക്കറ്റിൽ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ഒരു വിഷയമായി ഇന്ന് തീർന്നിരിക്കുകയാണ്. വിശ്വാസത്തെ വല്ലാതെ വർഗീയവൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കെട്ടകാലം എന്ന് ആരും അടച്ചാക്ഷേപിക്കരുത്. ഇത് നേട്ടങ്ങളുടെ കാലമാണ്. നേട്ടങ്ങളുടെ, വളർച്ചയുടെ, കണ്ടുപിടുത്തത്തിൻ്റെ, അത്യാധുനികതയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ജെൻസി തലമുറ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസമെന്ന പരമ്പരാഗതമായ അതിപുരാതനമായ ഒരു സംജ്ഞ, അത്ര ശ്രദ്ധേയമായ ഒരു വിഷയത്തെ ഇന്നത്തെ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ വളരെ പരിചിതമായ ഒരു വേദഭാഗത്ത് നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്ന രീതിയിൽ ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാനായി ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ മുഖം പിന്നെ വാടിയതും ഇല്ല. ആൻഡ് ഹെർ ഫേസ് വാസ് നോ ലോങ്ങർ ഡൗൺകാസ്റ്റ്, നോ ലോങ്ങർ സാഡ്. മുഖം വാടാതെ മനസ്സിൻ്റെ, മുഖത്തിൻ്റെ തെളിമയോടെ ഇന്ന് വിശ്വാസത്തെ കാണാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവം നൽകിയ കുടുംബജീവിതത്തെ നോക്കി സംതൃപ്തിയോടെ സ്തോത്രം പറയുവാനും ദൈവം നമ്മുടെ തലമുറകളിൽ നൽകിയിരിക്കുന്ന പുത്തൻ തലമുറയെ, വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങളെ നോക്കി ദൈവത്തിന് മഹത്വം കരയേറ്റുവാനും ഒക്കെ നമുക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന സന്ധ്യയായി ഇത് തീരട്ടെ. 1 ശമൂവേൽ 1-ാം അധ്യായം
മനഃപ്പാടമായി നമുക്കറിയാവുന്ന വിഷയമാണ്. അവിടെ എൽക്കാനയുണ്ട്, 2 ഭാര്യമാർ ഹന്ന, പെനിന്ന. പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, എണ്ണം അവിടെ പറഞ്ഞിട്ടില്ല. ഹന്നയ്ക്ക് മക്കൾ ഇല്ലായിരുന്നു, പിന്നീട് മക്കൾ ഉണ്ടാകുന്നു. അവിടെ ഒരു പുരോഹിതനുണ്ട്, വല്യച്ഛൻ ഏലി. 2 കൊച്ചച്ഛന്മാരുമുണ്ട്, മക്കൾ തന്നെ ആണ്. ദേവാലയ അന്തരീക്ഷത്തിൽ ശീലോവിൽ ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെട്ടകത്തിൽ ആണ്ടുതോറും ക്രമമായി വന്ന് യാഗമർപ്പിക്കുന്ന ഒരു കുടുംബം. വേണമെങ്കിൽ നമുക്ക് പറയാം, സകുടുംബം ദൈവത്തോടൊപ്പം ഒരു തീർത്ഥാടനം നടത്തുന്ന ആളുകൾ. ദൈവസന്നിധിയിൽ കുടുംബമായി ദേവാലയത്തിലേക്ക്, യെരുശലേം ദേവാലയം അത് നിലവിൽ വരുന്നതിന് മുമ്പ് ദേവാലയത്തിന് തത്തുല്യമായ സാക്ഷ്യപ്പെട്ടകം ഇരിക്കുന്ന സ്ഥലത്ത് ശിലോവിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ അടയാളപ്പെടുത്തുന്ന, സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കുടുംബമായി നമ്മൾ ഈ കുടുംബത്തെ കാണുകയാണ്. ചരിത്ര പശ്ചാത്തലം ഒറ്റ വാക്കിൽ ഓടിച്ച് പറയുകയാണ്. പിതാക്കന്മാരുടെ ഒരു കാലമുണ്ട്, അതിനുശേഷം മോശ മുതൽ ശമൂവേൽ വരെയുള്ള ശമൂവേൽ പ്രവാചകൻ വരെയുള്ള ഒരു കാലമുണ്ട്. അതിനുശേഷം രാജാക്കന്മാരുടെ കാലം. ഓരോ 500 വർഷങ്ങളെ വേണമെങ്കിൽ തുല്യമായിട്ട് നമുക്ക് വീതിച്ച് അതിനെ ധ്യാനിക്കാൻ സാധിക്കും. എന്നാൽ ശമൂവേൽ എന്ന ബാലൻ്റെ ജനനത്തോടുകൂടെ, ശമൂവേലിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തോടുകൂടെ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ യുഗം, ഒരു നവയുഗം പിറക്കുന്നതായി നമ്മൾ കാണുന്നു. ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭം. ആ യുഗത്തിന് പിന്നാലെ ഉള്ള പശ്ചാത്തലത്തെ പറ്റിയൊക്കെ പറയുന്നത് അതത്ര നല്ല കാലം അല്ലായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനത്തെ വാക്യം 21-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അക്കാലത്തെ ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. തനിക്ക് ബോധിച്ചതുപോലെ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ജനതയ്ക്ക് മധ്യത്തിൽ തനിക്ക് ബോധിച്ചതുപോലെയല്ല, ദൈവത്തിന് ബോധിച്ചതുപോലെ എങ്ങനെ ജീവിക്കാം, എങ്ങനെ നടക്കാം, എങ്ങനെ പ്രവർത്തിക്കാമെന്ന് തെളിയിച്ചു കൊടുക്കുന്ന ഒരാളായി ശമൂവേലിൻ്റെ കാലഘട്ടത്തെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുക. ചിലർ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ നൊട്ടോറിയസ് പീരിയഡ്. എന്നാൽ അതിൻ്റെ മധ്യത്തിലൊരു വിക്ടോറിയസ് ഫാമിലി, വളരെ വിജയകരമായി ഒരു കുടുംബം, ഇത്രമാത്രം ഒരു കുപ്രസിദ്ധി നേടിയ ഒരു സമൂഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ മധ്യത്തിൽ സാക്ഷ്യത്തിൻ്റെ അടയാളമായി, ഒരു നിദർശനമായി ഒരു കുടുംബത്തെ ഈ ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നു. ഒരേ സമയത്ത് ന്യായാധിപനായും പ്രവാചകനായും പുരോഹിതനായും ഒരു ത്രിതലങ്ങളിൽ അറിയപ്പെടുന്ന ശമൂവേലിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള ജനനം പശ്ചാത്തലം ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. അതുകൊണ്ട് ശമൂവേലിൻ്റെ കാലഘട്ടത്തോടുകൂടെ ഒരു വലിയ ട്വിസ്റ്റ്, ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുന്നതായി നമ്മൾ കാണുകയാണ്. കാലഘട്ടത്തെപ്പറ്റി പറഞ്ഞു. ആ കാലഘട്ടം, ആ നാട് എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമ്മൾ ഒറ്റവാക്കിൽ കാണുകയാണ്. ആത്മീയ ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലം ആണ്. ആത്മീയ തിമിരം ബാധിച്ച ഒരു കാലമാണ്. കരിന്തിരി കത്തുന്ന കാലമെന്ന് നല്ല ഭാഷയിൽ പറയാം. വചനത്തിന്, ദൈവസ്വരത്തിന് കാതോർക്കാതെ നിന്ന ഒരു കാലം. ആ ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കുന്ന ഒരു ജനത്തെ ഒരുക്കുന്ന ശമൂവേലിനെ നമ്മൾ കാണുന്നു. പുരോഹിതന്മാരുടെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു പോവുകയും പുരോഹിതന്മാരുടെ കേൾവി കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ പുതിയ കാഴ്ചയും കേൾവിയുമായിട്ട് ശമൂവേലിൻ്റെ ജനനത്തെ നമ്മൾ കാണുന്നു, നമ്മൾ ധ്യാനിക്കുന്ന ഭാഗമാണ് കേൾക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന് കേട്ടിട്ടുള്ളതുപോലെ കാലഘട്ടം അതീവ ദുഷ്കരമായി പോകുമ്പോൾ അതിനിടയിൽ നിന്ന് എങ്ങനെയാണ് ദൈവശബ്ദത്തിന് കാതോർക്കുന്നവർ, ദൈവ ഇഷ്ടത്തിന് ചെവി കൊടുക്കുന്നവർ എങ്ങനെ ഉണ്ടാകും എന്ന് ചിന്തിക്കുമ്പോഴാണ് ശമൂവേൽ ബാലൻ്റെ ജനനത്തെ ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ട് വായിക്കുന്നതായി നമ്മൾ കാണുന്നത്. ഇസ്രയേലിൻ്റെ യുഗപരിണാമങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ സ്ത്രീപക്ഷ പരാമർശങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്രകാരമുള്ള പരാമർശങ്ങളിൽ എല്ലാം സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ശ്രദ്ധേയമായിട്ട് കാണുന്നു. അമ്മമാരുടെ സാന്നിധ്യം കാണുന്നു.
സാറ, ഹാഗാർ, റബേക്ക, റാഹേൽ. പിന്നീട് നമ്മൾ അതിൻ്റെ തൊട്ടുപുറകിൽ കാണുന്നത് മോശയുടെ ജനനത്തിങ്കിൽ ശിപ്ര, പൂവ, ലേവ്യകന്യകയായ അമ്മ, സഹോദരി, ഫറവോന്റെ പുത്രി, ഇവരെല്ലാം ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ഒരു പുതിയ യുഗത്തിന് വേണ്ടി ആളുകളെ ഒരുക്കുന്ന രംഗമായി നമ്മൾ കാണുന്നു. അതിനുശേഷം വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു പുതിയ യുഗപ്പിറവിയിൽ ഹന്നായിക്ക് കാത്തിരുന്ന് ദൈവം ഒരു മകനെ നൽകുന്ന ശമൂവേലിൻ്റെ ജനനത്തെ നമ്മൾ വായിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ടൊരു കുടുംബം, അവിടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലഭിക്കുന്ന പൈതൽ, ഹന്നയുടെ വലിയ വിശ്വാസത്തോടുകൂടെയുള്ള പ്രാർത്ഥന, ഏലി അവളെ ആശീർവദിക്കുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നതെല്ലാം ഈ ഭാഗത്ത് ഇതിൻ്റെ ആമുഖമായിട്ട് നമ്മൾ കാണുന്ന ഭാഗമാണ്. ഹന്നയുടെ പ്രാർത്ഥനയുണ്ട് ഇവിടെ. ഏലി പുരോഹിതൻ്റെ ആശീർവാദം ഇവിടെയുണ്ട്. ദൈവം ഉയരത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുന്നു. അനുഗ്രഹമായി ലഭിച്ച ശമൂവേൽ ബാലൻ ദൈവസന്നിധിയിൽ സമർപ്പിതനായി തീരുന്നു. ഇത്രയും ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞ് വെച്ചതാണ്. വളരെ ലളിതമായി നമുക്ക് വായിച്ച് ഗ്രഹിക്കാവുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ കാലഘട്ടത്തോട് ചേർന്ന്, നമ്മുടെ ജീവിതത്തോട് ചേർന്ന് ചുരുക്കം ചില ചിന്തകൾ നിങ്ങളുമായി ഈ സന്ധ്യയിൽ പങ്കുവയ്ക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പ്രതീക്ഷിക്കുന്നു. 3 ചിന്തകൾ. അതിലൊന്നാമത്തെ ചിന്ത 3 കഥാപാത്രങ്ങളെ ആസ്പദമാക്കി പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, എൽക്കാന പാരസ്പര്യത്തിൻ്റെ വക്താവാണ്. എ മാൻ ഓഫ് മ്യൂച്വാലിറ്റി, അന്യോന്യതയുടെ ആൾ രൂപം ആണ്. പല കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഈ പുരുഷ കഥാപാത്രം 2 ഭാര്യമാർ ഉള്ളതായി ഇവിടെ വായിക്കുന്ന ഈ പുരുഷ കഥാപാത്രം, ആ കഥാപാത്രം പേര് എൽക്കാന എന്ന ആ പേരിൻ്റെ അർത്ഥം ദ സീൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അഭിമാനം, ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയ ആൾ എന്നാണ്. നന്മ നിറഞ്ഞ ഒരു ഭർത്താവായി, നന്മ നിറഞ്ഞ ഒരു പിതാവായി, നന്മ നിറഞ്ഞ ദൈവത്തിൻ്റെ ഒരു ദാസനായി നിൽക്കുന്ന ഉത്തമ കുടുംബനാഥനായ എൽക്കാനയെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിലെല്ലാം ആരാണ് ഈ എൽക്കാന എന്നുള്ളത്, അതിൻ്റെ പൈതൃക പാരമ്പര്യങ്ങളെല്ലാം 4-5 വരികളിലൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി. കുടുംബശ്രേഷ്ഠത കൊണ്ടും പാരമ്പര്യം കൊണ്ടുമൊക്കെ അതുല്യമായ സ്ഥാനം അലങ്കരിക്കുന്ന ഈ എൽക്കാനയുടെ 2 ഭാര്യമാരെ പറ്റിയാണ് പിന്നെ പരിചയപ്പെടുത്തുന്നത്. ഹന്ന, പെനിന്ന. ഒരു ദിവസം വിവാഹം കഴിച്ചവരാണോ എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും ഈ ഹന്നയുടെ പേരാണ് ആദ്യം, രണ്ടാമത് പെനിന്ന. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, പെനിന്നയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ആദ്യ ഭാഗത്ത് വായിക്കുന്ന വിഷയം ആണ്. അപ്പോൾ ഈ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന എൽക്കാനയുടെ ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങൾ, ധാരാളം ഹർഡിൽസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി മുന്നോട്ട് പോകുമ്പോൾ ഈ 2 പേർക്കിടയിൽ, 2 ഭാര്യമാർക്കിടയിൽ ഒരു പാലം പണിയുന്ന, പാലം തീർക്കുന്ന ഒരാളായിട്ട് ഈ എൽക്കാന തീരുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് ബഹുഭാര്യത്വം ഒന്നും അങ്ങനെ ഓപ്പണായിട്ട് നമുക്ക് അനുവദിച്ചിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് സ്വപ്നം കാണാനോ നമ്മൾ ഞെട്ടുന്നതിനൊന്നും വഴിയുള്ള വിഷയങ്ങളല്ല പറയുന്നത്. എന്നാൽ ഈ 2 ഭാര്യമാരിൽ ചില ധ്രുവീകരണങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഏക ഭർത്താവ് എന്നുള്ള നിലയിൽ നിൽക്കുന്ന എൽക്കാന വളരെ സൗമ്യമായും സ്ഫോടനാത്മകമായ സാഹചര്യങ്ങളൊന്നുമില്ലാതെ സൗമ്യമായി വളരെ അധികം പക്വതയോടുകൂടെ ഇടപെടുന്ന ഒരു നല്ല ഭർത്താവിനെ നമ്മൾ എൽക്കാനയിൽ കാണുകയാണ് ചെയ്യുന്നത്. ഏത് രീതിയിലും ഇങ്ങനെ പൊട്ടിത്തെറിക്കാവുന്ന ഒരു കുടുംബമായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ആ പൊട്ടി അകലുവാൻ സാധ്യതയുള്ള ഈ ബന്ധങ്ങളെ, ഭാര്യമാരെ, ആ കുടുംബ ബന്ധങ്ങളെ വളരെ സ്നേഹത്തോടുകൂടെ, ഉത്തരവാദിത്വത്തോടുകൂടെ ചേർത്ത് നിർത്തുന്ന, സ്നേഹച്ചരടിൽ ചേർത്ത് നിർത്തുന്ന ഒരാളായിട്ടാണ്
അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ ആണ്ടുതോറും ശീലോവിൽ യാഗം കഴിക്കാനായിട്ട് പോകും. യാഗം കഴിക്കാൻ പോവുക എന്ന് പറയുന്നത് ഒരു ആരാധനയ്ക്കായിട്ട് പോകുന്ന ഭാഗമായിട്ട് നമ്മൾ കാണുകയാണ്. അങ്ങനെ ചെല്ലുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ അവരുടെ യാഗ അർപ്പണത്തിൽ ഇരട്ടിയായ ശ്രദ്ധയും പങ്കും പെനിന്നയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ ഹന്നയ്ക്ക് കൊടുക്കുന്ന ഭർത്താവിനെ നമ്മൾ കാണുന്നു. ഒരുപോലെയല്ല, ഇരട്ടി പങ്ക് കൊടുക്കുകയാണ്. അപ്പോൾ സ്നേഹം കൊണ്ട് മക്കളില്ല എങ്കിലും, കുഞ്ഞുങ്ങളില്ല എങ്കിലും, ഭാര്യയ്ക്ക് സ്നേഹം കൊണ്ട് തുലാഭാരം നെയ്യുന്ന, സ്നേഹം കൊണ്ട് അവളെ ഒരുപോലെ കണ്ട് കരുതുന്ന എൽക്കാനെ നമ്മളിവിടെ കാണുകയാണ് ചെയ്യുന്നത്. പാരസ്പര്യം, ദ മാൻ ഓഫ് മ്യൂച്വാലിറ്റി, എങ്ങനെ വ്യത്യാസങ്ങളും ഉയർച്ച താഴ്ചകളും ഉള്ള കുടുംബ ബന്ധങ്ങളിൽ പരസ്പരം ആളുകളെ ചേർത്ത് നിർത്തി ഒരു പാരസ്പര്യത്തിൻ്റെ വക്താവായിട്ട് എങ്ങനെ അവരെ കാണാനായിട്ട് സാധിക്കും, അതിൻ്റെ ഒരു നിദർശനമായിട്ടാണ് അദ്ദേഹത്തെ നമ്മളിവിടെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. പറയുന്നുണ്ട്, ഭർത്താവ് പറയുന്നു, അവൾക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലയോ ഭർത്താവ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ നമുക്കുണ്ടാകുമ്പോൾ ആ അനുഗ്രഹങ്ങളുടെ ഏറ്റക്കുറച്ചിലിനെ, പരിമിതിയുള്ള ആളുകളെ എപ്രകാരമാണ് ഒരു ഭർത്താവ് തുലനം ചെയ്ത് തകർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുന്നത്, അപ്രകാരം അതീവ ശ്രദ്ധയോടുകൂടെ തന്നെ കരുതുന്ന ആളായിട്ടാണ് നമ്മൾ കാണുന്നത്. വീടിനെ ദേവാലയമായിട്ട് കാണുകയും അവരുടെ വീട് അല്ലെങ്കിൽ ഈ ശീലവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചു പോകുമ്പോൾ ആരാധനാ സ്ഥലങ്ങളിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ തുല്യതാ മനോഭാവത്തോടുകൂടെ കണ്ട് കുടുംബ ഐക്യത്തിന് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ആളായി അദ്ദേഹത്തെ നമ്മൾ കാണുകയാണ്. വീട്ടിൽ എന്തെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും ദേവാലയത്തിലെ ശീലോവിലെ ആരാധനയും യാഗം കഴിക്കുന്നതിലൂടെയും വീട്ടിലെ സ്വരച്ചേർച്ചകൾ പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന നല്ല ഭർത്താവായ എൽക്കാനെ കാണുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ ഏതെല്ലാം രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ, സ്വരച്ചേർച്ചകളുണ്ടോ അതെല്ലാം ഈ ആരാധന കൊണ്ട് പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഭർത്താവിനെ കാണുകയാണ്. പട്ടിണി കിടന്ന് യാഗം കഴിച്ചും ബന്ധങ്ങളെ സൂക്ഷിക്കുവാനുള്ള വലിയ ശ്രമത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആണ്ടുതോറും ശീലോവിൽ അവർ കൂടും. വർഷാന്തര യാഗത്തിനായിട്ട് ഒന്നിച്ചു കൂടുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ബന്ധങ്ങളിൽ നമ്മുടെ തുലനാവസ്ഥ ചേർന്ന് കൊണ്ടുപോകുവാൻ കഴിയാതെ വരുമ്പോൾ ആ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ എവിടെയാണ് തുലനം ചെയ്ത് ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? അതിനുള്ള തുലാഭാരം വെക്കുന്ന സ്ഥലമാണ് ദേവാലയം, ശീലോവ് എന്ന് പറയുന്നത്. മനുഷ്യബന്ധങ്ങൾ പലപ്പോഴും ചില ഏറ്റക്കുറച്ചിലുകളിൽ മനുഷ്യനെ താഴ്ത്തിയും ഉയർത്തിയും ഒക്കെ ചിത്രീകരിക്കുന്ന സന്ദർഭങ്ങളിൽ, ദേവാലയത്തിലെ ശീലോവിലെ ആരാധനയ്ക്കായിട്ട് ഒന്നിച്ചു വരുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യബന്ധങ്ങളിലെ ഏതേറ്റക്കുറച്ചിലിനെയും അതിനെ സമാനമാക്കി തീർക്കുവാൻ, തുലനം ചെയ്ത് തുല്യമാക്കി തീർക്കുവാൻ ദേവാലയത്തിലെ ദൈവസന്നിധിയിലെ ശീലോവിലെ ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെട്ടകത്തിന് മുമ്പിലെ ആരാധനയ്ക്ക് കഴിയുന്നതായി കാണുകയാണ് ചെയ്യുന്നത്. ഇസ്രയേലിൻ്റെ ആരാധന സ്ഥലമായിട്ടാണ് ഈ സാക്ഷ്യപ്പെട്ടകം ഇരിക്കുന്ന സ്ഥലത്തെ കാണുന്നത്, ശീലോവിനെ കാണുന്നത്. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷമാണ് യെരുശലേം ദേവാലയമെല്ലാം ഉണ്ടാകുന്നതും ക്രമീകൃതമായിട്ടുള്ള ആരാധനയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. എൽക്കാനയെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ ചില സ്വരച്ചേർച്ചയില്ലായ്മ, ജീവിതത്തിൽ ചേർന്ന് പോകുവാൻ കഴിയാതെ വരുന്ന ചില പ്രയാസങ്ങൾ, ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വലിയ വിടവുകൾ നിലനിൽക്കുന്ന സന്ദർഭങ്ങളിൽ യാഗശാലയിൽ സാക്ഷ്യപ്പെട്ടകത്തിന് മുമ്പാകെ ശീലോവിൽ തൻ്റെ യാഗം കഴിക്കുവാനായി പോകുന്ന സന്ദർഭങ്ങളിൽ ഒരുപോലെ എല്ലാവരെയും കാണുവാൻ, രണ്ടുപേരെയും കാണുവാൻ, കുടുംബത്തെ കാണുവാൻ കഴിയുന്ന വലിയ സന്ദർഭത്തിലായിട്ട് ഒരുങ്ങുകയാണ്. നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ എപ്രകാരമാണ് വ്യത്യാസങ്ങളുള്ള ജീവിതങ്ങളെ, ഏറ്റക്കുറച്ചിലുകളുള്ള ജീവിതങ്ങളെ
വിമർശനങ്ങളുള്ള ജീവിതത്തെയും വിശ്വാസമുള്ള ജീവിതത്തെയും എങ്ങനെയാണ് ചേർത്ത് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ സാക്ഷ്യ പെട്ടകത്തിന് മുമ്പിൽ, ശീലോവിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സമരായി കാണുവാനും തുല്യരായി കാണുവാനും ഉള്ളതും അനുഗ്രഹമുള്ളതും അനുഗ്രഹം ലഭിക്കാത്തതുമായിട്ടുള്ള വേർതിരിവില്ലാതെ ഒന്നിച്ച് കാണുവാൻ കഴിയുന്ന വലിയ അനുഭവത്തിലേക്ക് ഒരു വിശ്വാസത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ വക്താവായിട്ട് ഭർത്താവ് തീരുന്ന അനുഭവമാണ്. പ്രിയമുള്ള സ്നേഹിതരെ, നമ്മുടെ എല്ലാം വിശ്വാസ ജീവിത യാത്രകൾ മുന്നോട്ട് പോകുമ്പോൾ തീർത്ഥാടനത്തിൻ്റെ വഴികളിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സന്ദർഭങ്ങളിൽ അത് വെറും വിനോദയാത്രകളെക്കാളൊക്കെ അപ്പുറമായി ദേവാലയ കേന്ദ്രീകൃതമായും ദൈവത്തിൻ്റെ സാക്ഷ്യപെട്ടകം കേന്ദ്രീകൃതമായും നമ്മൾ ആരാധിക്കുന്ന സന്ദർഭങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളെ മാറ്റി തുല്യതാ മനോഭാവത്തോടെ കാണുവാൻ സാധിക്കുന്നു. തുലാഭാരം വെച്ച് ഈ പ്രിയപ്പെട്ട ഹന്നയെയും എൽക്കാനെയും ദൈവസന്നിധിയിൽ തുല്യതയോടുകൂടെ കാണുവാൻ ശ്രമിക്കുന്ന, അതീവമായിട്ട് പരിശ്രമിക്കുന്ന എൽക്കാനെയാണ് കാണുന്നത്. ഇന്ന് നമുക്ക് വീടുകളിൽ ഒന്നിലധികം ഭാര്യമാരില്ലാത്തത് വലിയ അനുഗ്രഹമാണ്. എന്നാൽ ഭാര്യമാർ മാത്രം അല്ല, വീട്ടിൽ ഒന്നിലധികം മക്കളും വീട്ടിലെ സാഹോദര്യ ബന്ധങ്ങളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങളിലെല്ലാം നമ്മൾ ചേർന്ന് പോകുമ്പോൾ ഉള്ളതും ഇല്ലാത്തതും കൂടുതലുള്ളതും കുറവുള്ളതും തമ്മിലുള്ള വലിയ തരതമ ഭേദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ നമ്മളെ സ്വാധീനിക്കുന്ന സന്ദർഭങ്ങളിൽ എൽക്കാനെ പോലെയുള്ള പാരസ്പര്യത്തിൻ്റെ തുല്യതയുടെ ആത്മാവോടുകൂടെ ആളുകളെ കാണുവാൻ കുറവുള്ളവരും ഇല്ലാത്തവരും അധികമുള്ളവരും സമൃദ്ധിയുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരും എന്ന് നമ്മൾ വ്യവച്ഛേദിച്ച് മാറ്റി നിർത്താതെ അവരെ ചേർത്ത് നിർത്തി കാണുവാൻ കഴിയുന്ന വലിയ അനുഭവത്തെയാണ് നമ്മൾ കാണുന്നത്. സമർപ്പിതനായ ഭർത്താവ് ജീവിതത്തിൽ രണ്ടുപേരും രണ്ടറ്റത്ത് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ആണ്ടുതോറും ശീലോവിൽ പോകുകയും വർഷാന്തരയാഗം കഴിക്കുകയും ചെയ്യുന്ന ഭർത്താവ് ആരാധനയ്ക്ക്, ആത്മീയതയ്ക്ക്, കൂട്ടായ്മയ്ക്ക് എല്ലാം പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കൊണ്ടുവന്ന് ജീവിതത്തിൻ്റെ താളപ്പഴകളെയും ഏറ്റക്കുറച്ചിലുകളെയും എല്ലാം ദൈവസന്നിധിയിൽ ശീലോവിൽ ആരാധനയുടെ മധ്യത്തിൽ അത് തുല്യമായിട്ട് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന വലിയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവം ആണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെയൊക്കെ പൊട്ടിയ കണ്ണികൾ, പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഭാര്യാഭർത്തൃബന്ധങ്ങൾ നമുക്ക് അറിയാം. ഒരാളെ തന്നെ ചേർത്ത് വഹിച്ചുകൊണ്ട് ഒരായുസ് മുഴുവനും ജീവിക്കുക എന്ന് പറയുന്നത് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിട്ട് കഴിയുകയും വിദേശ രാജ്യങ്ങളിലൊക്കെ സൗകര്യാർത്ഥം മാറി മാറി വിവാഹം കഴിക്കുകയും പുതിയ പുതിയ ആളുകളോടൊക്കെ ജീവിക്കുകയും ചെയ്യുന്ന പുതിയ മാതൃകകൾ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അഡോപ്റ്റ് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ അതിൻ്റെ പാരസ്പര്യത്തോടുകൂടെ എന്തെല്ലാം ഉയർച്ച താഴ്ചകളുണ്ടെങ്കിലും ഉള്ളതും ഇല്ലാത്തതും അനുഗ്രഹം കൂടിയതും അനുഗ്രഹം കുറഞ്ഞതും എന്നുള്ള തരതമ ഭേദങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുമ്പോൾ അതിനപ്പുറമായി ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന എൽക്കാനയുടെ തുറന്ന മനസ്സ്, പാരസ്പര്യത്തിൻ്റെ ഒരു വക്താവായി അദ്ദേഹം നിൽക്കുന്ന വലിയ അനുഭവത്തെയാണ് കാണുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒന്നാമത്തെ ഒരു ചെറിയ ചിന്തയാണ് നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെട്ടു പോകുവാൻ അതിന് നമുക്കൊരു മ്യൂച്വാലിറ്റി, പാരസ്പര്യത്തിൻ്റെ ചേർത്ത് നിർത്തലിൻ്റെ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ പോവുകയാണ്. രണ്ടാമത്തെ കഥാപാത്രം പെനിന്നെക്കുറിച്ച് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം ചിന്തിച്ചത് എൽക്കാനയെക്കുറിച്ചും രണ്ടാമത് ചിന്തിക്കുന്നത് മക്കളുള്ള പെനിന്നെക്കുറിച്ചാണ്. പെനിന്നയ്ക്കൊരു വിശേഷണം ചേർത്താൽ അവളൊരു പരിഹാസത്തിൻ്റെ പര്യായമായി നിൽക്കുകയാണ്. മുറിപ്പെടുത്തുന്ന ഒരു മുൾച്ചെടി പോലെ നിൽക്കുകയാണ്. പ്രകോപിപ്പിക്കുന്ന ഒരു ആളായി തീരുകയാണ്. ഇഷ്ടപ്പെട്ട വാക്കുകൾ നിങ്ങൾക്കെടുക്കാം, അതിന് പലത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പരിഹാസത്തിൻ്റെ വക്താവായി പര്യായമായി തീരുന്ന പെനിന്ന. പെനിന്ന എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ നല്ലതാണ്. പേൾ, മുത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. മാണിക്യം എന്ന് വേണമെങ്കിൽ പറയാം.
പേരുകൊണ്ട് മാണിക്യം, അമൂല്യമായ പേളമൊക്കെ കേൾക്കുന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ്. എന്നാൽ വിലപ്പെട്ടതായി അമൂല്യമായി നിൽക്കേണ്ട ഈ കഥാപാത്രം തൻ്റെ തന്നെ വില കുറയ്ക്കുന്ന രീതിയിലേക്ക് സംസാരിക്കുന്നതും ചില നടപടികളിലേക്ക്, ചില ചിന്താരീതികളിലേക്ക് പോകുന്നതും ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഭാഗം ആണ്. അപ്പോൾ ഈ പാരസ്പര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പരിഹാസത്തിൻ്റെ ഒരു വക്താവായി മുറിപ്പെടുത്തുന്ന ഒരു മുൾച്ചെടി പോലെ നിൽക്കുന്ന ആള് നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ കേൾക്കുന്ന വളച്ചൊടിച്ച വാർത്തകൾ പോലെ പല കാര്യങ്ങളെയും അപ്രകാരം വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കാണുന്നത്. നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ സൗജന്യമായി ലഭിച്ചിരിക്കുന്ന ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്, എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ബന്ധങ്ങളിൽ ചേർത്ത് നമ്മെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മുറിവുകളും മുറിപ്പെടുത്തലുകളും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തീരുകയാണ്. വിശ്വാസപരമായ ചില വ്യാഖ്യാനങ്ങളൊക്കെയാണ് നമ്മൾ ഈ പെനിന്നെ കുറിച്ച് കാണുന്നത്. പെനിന്നെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. പെനിന്നയ്ക്ക് മക്കളുണ്ട്, അന്നയ്ക്ക് മക്കൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് മക്കൾ പുകഴ്ചയിൽ വളരെയധികം സന്തോഷിക്കുകയും മക്കളില്ലാത്ത ആളിനെ പരസ്യമായിട്ട് നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കഥാപാത്രമായിട്ടാണ് പെനിന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ, വിശ്വാസത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം പെനിന്നയിൽ കാണുന്ന ചില പ്രത്യേകതകൾ ഓടിച്ച് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ആസുരതകൾ, വന്യമായ കുറേ ചിന്തകൾ അവിടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മക്കളുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് അഹങ്കരിക്കാൻ സാധിക്കും. അസൂയയും അഹന്തയും മുറിപ്പെടുത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന വാക്കുകളും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുവാനും പ്രവോക്ക് ചെയ്യുവാനും ഒക്കെ അവൾക്ക് വളരെ എളുപ്പമാണ്. സ്വയം കണ്ണുനീര് കുടിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ കണ്ണുനീര് കുടിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. അതുകൊണ്ട് പെനിന്ന അവളുടെ വാക്കുകളിലൂടെ നമ്മൾ കാണുന്ന അവളുടെ പെരുമാറ്റ രീതിയെല്ലാം വേറൊരാളെ, വിഷമത്തിലിരിക്കുന്ന ഒരാളെ എങ്ങനെ സാന്ത്വനിപ്പിക്കാം എന്നുള്ളതിനേക്കാൾ അപ്പുറമായി വിഷമിച്ചിരിക്കുന്ന ഒരാളെ എങ്ങനെ കുറെ കൂടെ വ്രണപ്പെടുത്താം, കുറെ കൂടെ വേദനപ്പെടുത്താം, ഞരങ്ങി ഞരങ്ങി കരയുന്ന ഒരാളിനെ എങ്ങനെ ഏങ്ങലടിച്ച് കരയിക്കുവാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ ചിന്തകളും പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നതായി നമ്മൾ കാണുകയാണ്. ദാനമായി കിട്ടുന്ന പലതുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് നേട്ടമായി നമ്മൾ നേടിയെടുക്കുന്നതായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പൊതുവെ പറയുന്നത് ദാനമായി കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ അത് സ്വന്തമെന്ന് പറയരുത്, അതിൽ അഹങ്കരിക്കരുത്. നമ്മൾ സ്വന്തമായി നേടുന്നതിനെപ്പറ്റി മാത്രമേ അഹങ്കരിക്കുവാനായിട്ട് പാടുള്ളൂ. മക്കള്, ഭർത്താവ്, ഗർഭപാത്രം, പ്രസവം, മാതാപിതാക്കൾ, ബന്ധം, ഇതെല്ലാം ദൈവം തമ്പുരാൻ സൗജന്യമായി നമുക്ക് നൽകിയിട്ടുള്ളതാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ദൈവം ദാനമായിട്ട് നൽകിയിരിക്കുന്ന, നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്ന ഇതിലൊന്നും നമുക്ക് പുകഴുവാനായിട്ട് യാതൊന്നുമില്ല. എന്നാൽ നേടിയ കാര്യങ്ങൾക്കകത്ത് നമുക്ക് അഹങ്കരിക്കുന്നതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ പണം, നമ്മുടെ ജോലി, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, നമ്മുടെ വീട്, നമ്മൾ അലങ്കരിക്കുന്ന നമ്മുടെ സ്ഥാനമാനങ്ങൾ, അതിലെല്ലാം നമുക്ക് അഹങ്കരിക്കാനായിട്ട് സാധിക്കും. ദൈവം സൗജന്യമായി നൽകിയിരിക്കുന്നതിൽ നമുക്ക് അഹങ്കരിക്കാനായിട്ട് സാധിക്കുമോ? അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് ചില തിമിരം ഉണ്ടാകുന്ന സന്ദർഭമുണ്ട്. സൗജന്യമായി നമുക്ക് ലഭിക്കുന്നതിൽ നമുക്ക് പുകഴുവാനായിട്ട് സാധിക്കുമോ? ഗർഭപാത്രത്തെപ്പറ്റി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും ഫ്രജൈലായ, ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഒന്നാണ് ഗർഭപാത്രം.
ആ ഗർഭപാത്രത്തിലൂടെയാണ് ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വരാനായിട്ട് ഇടയായിത്തീരുന്നത്. ഗർഭപാത്രത്തെ തുറക്കുന്നതും അടയ്ക്കുന്നതും സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ നിന്ദിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും കുഞ്ഞുങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ വല്ലാതെ പുകഴുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന തലമുറകളുണ്ട് എങ്കിൽ ദൈവസന്നിധിയിൽ രാത്രികാലം ഓർക്കുക, ദൈവം ദാനമായി നൽകുന്നതാണ് ഇതെല്ലാം. സ്വന്തമായി നമ്മൾ വാങ്ങിക്കൂട്ടുന്നതല്ല എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ക്രിസ്മസ് കാർഡിൽ വന്ന ആശംസ ഇപ്രകാരമാണ്: God has shocked the world not with a bomb but with a womb. ദൈവം ഈ ലോകത്തെ ഞെട്ടിച്ചത് ബോംബിട്ടല്ല, എന്നാൽ ഒരു ഗർഭപാത്രത്തിലൂടെ ആണ്. ഈ ലോകത്തിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് സൗജന്യമായിട്ട് നൽകി നമ്മളെ ഞെട്ടിപ്പിച്ചു, നമ്മളെ രക്ഷിച്ചു എന്നുള്ളതൊരിക്കലും മറന്നു പോകരുത്. നമുക്ക് ബോംബ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, ഗർഭപാത്രത്തെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധ്യമല്ല. ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നത് ദൈവം തമ്പുരാൻ സൗജന്യമായിട്ട് തരുന്ന ജീവനാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്, ഗിഫ്റ്റഡായി ദൈവം തമ്പുരാൻ ദാനമായിട്ട് നൽകിയിരിക്കുന്നതിനെ നമ്മൾ അവകാശമാക്കി തീർക്കുകയും അതിൻ്റെ മേളിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുവാനും നമുക്ക് ഒരിക്കലും സാധ്യമല്ല. ഒരു പക്ഷെങ്കിൽ ഈ പെനിന്നയെ സംബന്ധിച്ച് അവൾക്ക് ലഭിച്ച ഗർഭപാത്രത്തിൻ്റെ ഫലം, അവൾക്ക് ലഭിച്ച മക്കളെ ഓർത്ത്, അവൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ലഭിക്കാത്ത ആളിനെ നിന്ദിക്കുന്ന, വിമർശിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നാമത് ചിന്തിച്ചത് എൽക്കാന പാരസ്പര്യത്തിൻ്റെ വക്താവായിട്ട് നിൽക്കുന്നു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചതായ ഭാഗം പെനിന്ന പരിഹാസത്തിൻ്റെ മുറിപ്പെടുത്തുന്ന ഒരു മുൾച്ചെടി പോലെ അവൾ നിൽക്കുന്ന അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലരുടെയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിച്ചില്ല എങ്കിലും പലരുടെയും പ്രശ്നങ്ങളെ പരിഹസിക്കുവാനായിട്ട് കഴിയാതിരിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പെനിന്നയെ സംബന്ധിച്ച് തൻ്റെ കൂടെയുള്ള ആളിന്, ഹന്നയ്ക്ക് മക്കളില്ലാത്തതിൻ്റെ പരിഹാരക്രിയകളെക്കാൾ അപ്പുറമായി പരിഹസിച്ച് വിമർശിച്ച് തൻ്റെ കൂട്ടത്തിൽ നിന്നും അന്യപ്പെടുത്തുന്ന രീതിയിൽ, ഒഴിവാക്കുന്ന രീതിയിൽ കാണുന്ന സന്ദർഭമാണെന്നാൽ എൽക്കാന ഏത് വിധേനയും അവളെ ചേർത്ത് പിടിക്കുവാനും ഏറെ സ്നേഹസൗഹാർദ്ദത്തോടുകൂടെ അവളെ കരുതുവാനും ശ്രദ്ധിക്കുന്ന ആളായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് മക്കളെ നൽകി ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരായി, ഈ സമൂഹത്തോട് കടപ്പാടുള്ളവരായി, പ്രതിബദ്ധതയുള്ളവരായി, സമർപ്പണമുള്ളവരായി അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. മൂന്നാമത്തെ ചിന്തയിലേക്ക്, ശ്രദ്ധേയമായിട്ടുള്ള ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ഭാഗത്തെ ഏറ്റവും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കഥാപാത്രം ഹന്ന ആണ്. ഹന്ന പ്രാർത്ഥനയുടെ വക്താവ്, പ്രാർത്ഥനയുടെ പര്യായം, വിശ്വാസത്തിൻ്റെ വാടാമലർ. മൂന്നാല് വാക്ക് പറയുന്ന ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹന്ന പ്രാർത്ഥനയുടെ വക്താവാണ്, വിശ്വാസത്തിൻ്റെ വാടാമലരായി അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പര്യായമായിട്ട് നിൽക്കുകയാണ്. അൺവേവറിങ് ഫെയ്ത്ത്. ജീവിതത്തിൽ വലിയ വലിയ വിമർശനങ്ങളും നിന്ദയും ഉണ്ടായിട്ടും ദൈവസന്നിധിയിൽ അതിനുള്ള മറുപടികൾ കൊടുക്കാതെ നിശബ്ദമായി ദൈവസന്നിധിയിൽ മാത്രം മനസ്സ് തുറക്കുന്ന, അധരങ്ങൾ ചലിപ്പിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ഹന്നയെ കാണുന്നത്. ഹന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രേസ് എന്നാണ്. കൃപയുള്ളവൾ, കാരുണ്യമുള്ളവൾ, സ്വഭാവശുദ്ധിയുള്ളവൾ, നന്മ നിറഞ്ഞവൾ, സുന്ദരി എന്നെല്ലാമുള്ള വാക്കുകൾ അതിന് അർത്ഥമായിട്ട് പറയാൻ സാധിക്കും. എത്രമാത്രം വിമർശനങ്ങൾ തനിക്കെതിരെ തൻ്റെ കൂടെയുള്ള സഹപത്നി
ആരോപിച്ചിട്ടും സമൂഹം മക്കളില്ലാത്ത വന്ധ്യ എന്ന് പരസ്യമായിട്ട് വിമർശിച്ചിട്ടും വിമർശനത്തെ വിശ്വാസം കൊണ്ട് നേരിട്ട പക്വതയുള്ള ആളാണ് ഹന്ന. 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൾ മനോവ്യസനത്തോട് യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. നമ്മൾ പറയും കണ്ണുനീര് കുടിച്ചവളാണ്, ചിലർ പറയും അവളെ വല്ലാതെ കണ്ണുനീര് കുടിപ്പിച്ചു എന്ന് പറയും. മനോവ്യസനത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഹൃദയത്തെ പകർന്ന ആളാണ്. അന്ധവിശ്വാസത്തെ, അന്ന് മക്കളില്ല എന്ന് പറയുന്ന ശാപത്തെ വിശ്വാസം കൊണ്ട് നേരിട്ടതായ വിശ്വാസ സ്ഥൈര്യമുള്ള ആളായിട്ടാണ് കാണുന്നത്. എത്രമാത്രം വിമർശനങ്ങളും പരാതികളും അവൾക്കെതിരെ ഉയർന്നുവോ ആ പരാതികളെ ശാന്തമായ പ്രാർത്ഥന കൊണ്ട് നേരിട്ടതായ അതീവ ശക്തിയുള്ള ബലമുള്ള ആളായിട്ടാണ് അവളെ കാണുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഹന്നയെക്കുറിച്ച് വായിക്കുമ്പോൾ ഒരു പരാതിയോ ഒരു പരിഭവമോ ഭർത്താവിനോടോ ദൈവത്തിൻ്റെ സന്നിധിയിലോ പരാതി ഉയർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പകരം അവളുടെ ആവശ്യങ്ങളും അവളുടെ സാധ്യതകളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു എന്നാണ് നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. കണ്ണുനീരിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ൊക്കെ ഇച്ചിരി പ്രയാസമായിട്ടിരുന്നത് കൊണ്ടാണ്, സോറി. കണ്ണുനീരിനെ പറ്റി അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ളവർ പറയുന്നത്, കണ്ണുനീര് വെറും വെള്ളമല്ല. കണ്ണുനീരിൽ 95% വികാരങ്ങളും 5% മാത്രമേ ജലാംശം ഉള്ളൂ. 95% വൈകാരികമായ അനുഭവങ്ങളാണ്, 5% അതിനകത്ത് ജലാംശം ഉള്ളൂ. അതുകൊണ്ട് കണ്ണുനീരോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് അവൾ അപേക്ഷിക്കുക എന്ന് പറയുന്നത് അവളുടെ സകല വൈകാരികമായ വികാരപരമായ അവളുടെ ഹൃദയത്തിൻ്റെ പകർന്ന് ഒഴുക്കലാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കാണുന്നത്. ഏതെല്ലാം രീതിയിൽ അവളെ വിമർശിക്കുവാനായി ആളുകൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള സഹധർമ്മിണി എന്ന് പറയുന്നത് പോലെ തന്നെ കൂടെയുള്ള ആൾ തന്നെ അങ്ങേയറ്റം വിമർശിക്കുന്ന സന്ദർഭങ്ങളിലും വിമർശനത്തെ വിശ്വാസം കൊണ്ട് നേരിടുവാൻ ധൈര്യത്തോടുകൂടെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഹന്ന. എത്രമാത്രം വിരോധം മനസ്സിൽ ഉണ്ടാകാമോ അത്രമാത്രം വിമർശന ശരങ്ങൾ തൻ്റെ നേരെ വരുന്ന സന്ദർഭങ്ങളിലും എങ്ങനെ സ്നേഹം കൊണ്ട് ഭർത്താവിൻ്റെ ഹൃദയം കവർന്നെടുക്കാൻ സാധിക്കും, ഭർത്താവിനെ ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും, അപ്രകാരം ചിന്തിച്ച ആളാണ്. വലിയ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ വളരെയധികം തെറ്റിദ്ധാരണാജനകമായിട്ട് അവളുടെ പ്രാർത്ഥനയെ അപ്രകാരം വ്യാഖ്യാനിച്ച സന്ദർഭങ്ങളിലും തിരിച്ച് മറുത്ത് ഒരക്ഷരം പോലും പറയാതെ മൗനമായിട്ട് നിന്ന് ഹൃദയം പകർന്ന സ്ത്രീയാണ് അവൾ. ഏലി പുരോഹിതൻ വിമർശിച്ചപ്പോഴും വിശ്വാസത്തോടുകൂടെ വിനയത്തോടുകൂടെ ആ വിശ്വാസത്തെ ത്യജിക്കാതെ അവളുടെ മുമ്പിൽ നിന്ന ആളാണ്. നമ്മുടെയൊക്കെ ഈ ആത്മീയ ജീവിത അനുഭവങ്ങളിൽ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള പല താരതമ്യങ്ങളും വിമർശന ശരങ്ങളും നേരിടേണ്ടി വരുന്ന ധാരാളം ആളുകളുണ്ട്. ചില ആളുകളൊക്കെ പ്രാർത്ഥനയ്ക്ക് വരാത്തതും ആരാധനയ്ക്ക് വരാത്തതും ആളുകളുടെ വല്ലാത്ത ചില ചോദ്യശരങ്ങൾ പേടിച്ച് മുഖം കൊടുക്കാതെ ചില ആളുകൾ വരുന്നത് ആരാധന തുടങ്ങിക്കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. ചില ആളുകൾ അവസാനത്തെ ആശീർവാദം കഴിയുന്നതിന് മുമ്പേ പോകും. ചില ആളുകളുടെ കൂർത്ത മൂർത്ത ഈ ശരങ്ങൾ പോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ കഴിയാതെ അവർ മുഖം ശിക്ഷിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ആരാധനയ്ക്കായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇവിടെ നിൽക്കുമ്പോൾ ശിലോവിൽ അവർ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് പുരോഹിതന് പോലും
അവളുടെ ശരിയായിട്ടുള്ള ഹൃദയപ്പകർച്ചയെ, അവളുടെ പ്രാർത്ഥനയെ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്ന സന്ദർഭങ്ങളിലും അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നേർച്ച നേരുന്നതാണ് നമ്മൾ കാണുന്നത്. 11-ാമത്തെ വാക്യത്തിൽ അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയനവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം നമ്മൾ കാണുന്നതായി നമ്മൾ ശ്രദ്ധിക്കുന്നത്. ആരാധനയുടെ മധ്യത്തിൽ കണ്ണുനീരോടുകൂടെ ഹൃദയം പകരുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ള ധാരാളം ആളുകൾ ഒരു പക്ഷെങ്കിൽ ഈ പന്തലിൻ്റെ തണലിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകും. ആരാധനയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ. ഹന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം പകർന്ന്, ഹൃദയം തൂകി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. എനിക്കൊരു പൈതലിനെ തരികയാണ് എങ്കിൽ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും എന്ന് പറയുകയാണ്. നമ്മുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് മുമ്പേ സമർപ്പിച്ചയാളാണ് ഈ ഹന്ന. പലപ്പോഴും നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ച് ലഭിച്ചതിന് ശേഷം സമർപ്പിക്കുകയും സമർപ്പണത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അനുഗ്രഹകരമായിട്ട് നമ്മൾ സമർപ്പിച്ച വിഷയങ്ങളോ വ്യക്തികളോ ആയിത്തീരുമ്പോൾ സമർപ്പണ വഴിയിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുന്നതിന് യാതൊരു വൈമുഖ്യവും കാണിക്കാത്ത തലമുറകളുടെ മധ്യത്തിൽ ഒന്നും കിട്ടുന്നതിന് മുമ്പ്, ഗർഭിണിയാകുന്നതിന് മുമ്പ് തരിശായി കിടക്കുന്ന ഗർഭപാത്രത്തെ തൊട്ട് അവൾ പറയുകയാണ്, എനിക്കൊരു മകനെ ലഭിച്ചാൽ ജീവപര്യന്തം അവന് യഹോവയ്ക്ക് വേണ്ടി കൊടുക്കും എന്ന് പറയുകയാണ്. പല ആളുകൾക്കും ലഭിക്കുന്നതിന് മുമ്പുള്ള സമർപ്പണം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം തുടരുവാൻ കഴിയാതെ പോകുന്ന സന്ദർഭമായി മാറുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളൊക്കെ ഈ ജോലി കിട്ടുന്ന സന്ദർഭത്തിൽ ജോലി കിട്ടിയിട്ട് 10% ദശാംശം ദൈവവേലയ്ക്ക് അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമെന്ന് സമർപ്പിക്കും. പിന്നീട് കിട്ടുന്ന തുകയുടെ വലിപ്പവും 10% എന്ന് പറയുന്നത് തന്നെ എത്ര 1000 രൂപ വരുമെന്ന് നമ്മൾ കണക്ക് കൂട്ടി ഭയന്ന് നമ്മൾ അതിൻ്റെ ഒരംശം, ദശാംശത്തിൻ്റെ ഒരംശമാണ് നമ്മൾ പിന്നീട് കൊടുക്കാനായിട്ട് പോകുന്നത്. സമർപ്പണത്തിൽ നിന്ന് മാറുന്നു. മാതാപിതാക്കൾ ദൈവം തരുന്ന വലിയ ദാനമാണ്. മക്കൾ ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഗർഭപാത്രം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വരദാനം ആണ്. മക്കളെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ്. ഹന്നയുടെ ടാർജറ്റ് നമ്മൾ തൊട്ട് പുറകിൽ നമ്മൾ വായിച്ചത്, പെനിന്നായുടെ ടാർജറ്റ് അവൾക്ക് മക്കളില്ലാത്തതിനാലും പെനിന്നായിക്ക് മക്കൾ ഉള്ളതുകൊണ്ടും ഹന്നായിക്ക് മക്കളില്ലാത്തതിനാലും വല്ലാത്ത രീതിയിലുള്ള താരതമ്യങ്ങൾ അവരുടെ മനസ്സിൽ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ, മക്കളെ ലഭിക്കാത്ത, മക്കളെ കയ്യിൽ കിട്ടാത്ത, ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് ഹന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃത്യമായിട്ട് പറയുകയാണ്, എനിക്കെൻ്റെ ടാർജറ്റ് എൻ്റെ കൂടെയുള്ള ഭാര്യയല്ല, ഭർത്താവല്ല, എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഇസ്രയേലിൻ്റെ അനുഗ്രഹത്തിനായിട്ട് തീരണമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. കണ്ണുനീരോടെ അവൾ പ്രാർത്ഥിക്കുന്നു. എന്താണ് കണ്ണുനീരിൻ്റെ പ്രത്യേകത? ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, അതിനകത്ത് എത്ര അംശമാണ് അതിനകത്തുള്ളത് എന്ന് സൂചിപ്പിച്ചു. അതിനകത്തെ 5% മാത്രമേ ജലാംശമുള്ളൂ. ബാക്കിയെല്ലാം വികാരങ്ങളാണ്, വൈകാരികമായിട്ടുള്ള അനുഭവങ്ങളാണ്. ദൈവസന്നിധിയിൽ കണ്ണുനീർ തുള്ളികൾ ദൈവത്തിൻ്റെ പാദാരവിന്ദങ്ങളിൽ നമ്മൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീർ തുള്ളിയെ ദൈവം നമുക്ക് അനുഗ്രഹത്തിൻ്റെ മുത്തുകളാക്കി തീർക്കുന്ന ദൈവം ആണ്. നമ്മൾ വളരെ വളരെ പഴയ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, പാടാനായിട്ടുള്ളതുണ്ട് എന്നും വയ്യാത്തതുകൊണ്ട് പറയുക മാത്രമാണ് ചെയ്യുന്നത്. കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ നിനക്ക് അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. താഴോട്ട് കുറേ വലിയ വലിയ ആളുകളെ പറ്റിയൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വ്യാസനോ കാളിദാസനോ
ഭാസനോ, ഷെല്ലിയോ, ഷേക്സ്പിയറോ. അടുത്ത വാചകമാണ് ശ്രദ്ധേയം. വിഷാദസാഗരം ഉള്ളിൽ ഇരമ്പും തുഷാര ഗദ്ഗത ബിന്ദു. സ്ത്രീയൊരു വികാര വൈഡൂര്യ ബിന്ദു. സ്ത്രീയെ കണ്ണുനീരിൻ്റെ പര്യായമായി, വേദനയുടെ പര്യായമായി, വൈകാരികതയുടെ പര്യായമായി മാത്രം ചിത്രീകരിക്കുകയും വിശേഷിപ്പിക്കുകയും ഭാവനയിലൂടെ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ള ഈ ലോകത്തിൽ വികാരങ്ങൾക്കൊക്കെ അപ്പുറമായി വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃത്യമായിട്ട് അവൾ പറയുകയാണ്, നീ ഒരു പുരുഷ സന്താനത്തെ എനിക്ക് നൽകിയാൽ ഞാൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്കായിട്ട് കൊടുക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ സഹന പർവ്വങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ടും ഇത്ര നാളും ആരാധിച്ചിട്ടും ദൈവം വേണ്ട അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലല്ലോ, വളരെ ഊഷരമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സന്ദർഭങ്ങളിലും ദൈവത്തിന് നമ്മെ നന്മകൾ കൊണ്ട് നിറയ്ക്കുവാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുടെ പര്യായമാണ്, പ്രാർത്ഥനയുടെ വക്താവാണ് ഹന്ന. വിശ്വാസത്തിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്ന അനുഭവം. സാധാരണ നമ്മുടെ ജീവിതത്തിലെല്ലാം മക്കളില്ലാത്ത സ്ത്രീകൾ പരിഹാസപാത്രമായിട്ട് തീരുന്ന കാലഘട്ടത്തിൽ അവരുടെ മുമ്പിൽ നിന്ന് ഓടിമറയുവാനായിട്ട് ശ്രമിക്കുന്ന, മുഖം തരുവാൻ കഴിയാതെ മാറുന്നതായ സന്ദർഭങ്ങളിൽ ദൈവം അവരുടെ നേരെ മുഖം തിരിക്കുകയും അവരെ പരിഗണിക്കുകയും അവരുടെ ഗർഭപാത്രത്തെ സ്പർശിക്കുകയും ലോകത്തിൽ ഇതുവരെയും നൽകുവാൻ കഴിയാത്ത രീതിയിലുള്ള മക്കളെ നൽകി ലോകത്തിന് വലിയ സാക്ഷ്യമായിട്ട് അവരെ തീർക്കുകയും ചെയ്യുന്നത് വേദപുസ്തകത്തിലൂടെ നമ്മൾ ശ്രദ്ധേയമായിട്ട് കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച ആണ്. ശമൂവേൽ ബാലൻ ജനിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ അതിൻ്റെ തൊട്ടു മുമ്പ് ഞാൻ വായിച്ചതായ വേദവാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, അവൾ വീഞ്ഞും മദ്യവും കുടിച്ചതല്ല എന്ന് ഏലി പുരോഹിതന് തിരിച്ചറിഞ്ഞപ്പോൾ 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രയേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതും ഇല്ല. വിശ്വാസ ജീവിതത്തിൽ മുഖം തെളിയുകയും മുഖം വാടുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ട്. പൊതുവെ കേരളീയരെ പറ്റി മറ്റുള്ള ആളുകൾ, പുറത്തൊക്കെ പോയി ജോലി ചെയ്തിട്ടുള്ളവരും പുറത്തുനിന്ന് നാട്ടിലോട്ട് വരുന്ന ആളുകളും പറയുന്നത് മലയാളികളുടെ മുഖം ഒരിക്കലും തെളിയുകയില്ല എന്ന് പറയും. ഭാഗ്യസ്മരണീയനായ അത്തനീഷ്യസ് തിരുമേനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഖമെപ്പോഴും കാർമേഘാവൃതമായി ഇരിക്കും. ഇപ്പോൾ പെയ്യും എന്നുള്ള രീതിയിൽ വരിഞ്ഞു മുറുകി മേഘാവൃതമായി നിൽക്കുന്ന മുഖങ്ങളുമായിട്ട് പോകുന്ന ആളുകളാണ്. ഒരുപക്ഷെങ്കിൽ ഹന്നയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭങ്ങളിൽ അവളെപ്പറ്റി പറയുകയാണ്, പിന്നീട് അവളുടെ മുഖം വാടിയതേ ഇല്ല എന്ന് പറയുകയാണ്. ശമൂവേൽ ജനിക്കുമ്പോൾ ഒരിക്കലും വാടാത്ത പുഷ്പമായി, വാടാമലരായി ആ പൈതലിന് ദൈവം ഈ ഹന്നയ്ക്ക് കൊടുക്കുന്നതായിട്ട് കാണുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം, ആരാധനയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമാധാനത്തോട് കൃപയോടുകൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ഹന്നയുടെ മുഖം ഒരിക്കലും പിന്നീട് വാടിയിട്ടില്ല എന്ന് പറയുകയാണ്. 2-3 വാക്കുകളാണ് ഇവിടെ ശ്രദ്ധേയമായിട്ട് കാണുന്നത്. ഹന്ന കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. ഏലി പുരോഹിതൻ ഹൃദയം തുറന്ന് കൈനീട്ടി അവളെ ആശീർവദിച്ചു. ദൈവം തമ്പുരാൻ കൈനീട്ടി അവളുടെ ഉദരത്തെ സ്പർശിച്ചു, അനുഗ്രഹിച്ചു. ശമൂവേൽ ബാലൻ എന്ന സമർപ്പിതൻ ഈ ലോകത്തിന് ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്കുത്തരമായും പ്രാർത്ഥിക്കാതെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമും ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ശമൂവേൽ ബാലന്മാർ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും വാടാത്ത മലരായി,
ഒരിക്കലും വാടാത്ത പുഷ്പമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ശോഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ നിദർശനമാണ് ശമൂവേൽ ബാലൻ്റെ ജനനവും വളർച്ചയും നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്നിച്ച് ചിന്തിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം മക്കളെ കണ്ടും മാമ്പു കണ്ടും പുകഴരുതെന്നൊക്കെയുള്ള നാടൻ ചൊല്ലുകളൊക്കെ കേട്ട് വളർന്നിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മക്കളെ കണ്ട് നമ്മൾ പുകഴുന്നതിനേക്കാൾ ദൈവത്തിന് നമ്മുടെ മക്കളെ കണ്ട് പുകഴുന്നതിനും ദൈവത്തിന് നമ്മുടെ മക്കളെ കണ്ട് ദൈവത്തിന് ഏറെ സന്തോഷിക്കുന്നതിന് സാധ്യമായ രീതിയിൽ മക്കൾ മഹാത്മ്യം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് കാണാനായി നമുക്ക് സാധിക്കണം. എന്താണ് കണ്ണുനീർ? നമ്മുടെ സ്വാർത്ഥം ഉരുകി ഇല്ലാതായി തീർന്ന് ദൈവത്തിൻ്റെ ഹിതം സമ്പൂർണമായി നമ്മുടെ ഉള്ളിൽ നിറയുന്നതാണ്, നിറഞ്ഞു പ്രസവിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരുന്നത്. ഒരു പക്ഷെങ്കിൽ അവളുടെ മുഖത്തെപ്പറ്റി പറയുന്നത് അവളുടെ മുഖം പിന്നീട് വാടിയതുമില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു പക്ഷെങ്കിൽ നമ്മുടെയൊക്കെല്ലാം ജീവിതത്തിൻ്റെ മുഖം തെളിയണമെങ്കിൽ, മുഖം പ്രസന്നമായി തീരണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ദൈവം തമ്പുരാൻ എത്തിച്ചു തരുമ്പോഴാണ് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ അന്നയോട് ചോദിക്കുക, എപ്പോഴാണ് മുഖം മ്ലാനത മാറി വാടാതിരുന്നത്? ദൈവത്തിൻ്റെ വാക്ക് അവൾക്ക് കേട്ടുകഴിഞ്ഞപ്പോൾ, മകനെ ലഭിക്കുന്നതിന് മുമ്പ്, ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് അവളുടെ മുഖം തെളിയുന്നതായി കാണുകയാണ്. ഇന്ന് പ്രിയമുള്ള സ്നേഹിതരെ, നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുഖത്തിന് തെളിച്ചമുണ്ടാകാനായിട്ട് സാധിക്കുമോ? പല ആളുകൾക്കും ദൈവം തമ്പുരാൻ അനുഗ്രഹീതരായ മക്കളെ നൽകിയിട്ടും മക്കൾ നിമിത്തം മുഖം തെളിയാത്ത ഒരു ലോകത്ത്, ഒരു പക്ഷെങ്കിൽ പ്രതീക്ഷയോടുകൂടെ ലഭിച്ചതായ മക്കൾ അവരാഗ്രഹിക്കുന്ന രീതി വഴിയിലൂടെ അവരെ വളർത്തിക്കൊണ്ടുവരുവാനും ഒരു പക്ഷെങ്കിൽ വഴിമാറിപ്പോകുന്ന സന്ദർഭങ്ങളിലും അവരുടെ പ്രസന്നമായ മുഖം മ്ലാനമായി വളരെയധികം ദുഃഖിതമായി തീർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലുമാണ് നമുക്ക് നമ്മുടെ മക്കളിലൂടെ നമ്മുടെ മുഖം തെളിയുവാനായി ഇടയായി തീരേണ്ടത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ മുഖങ്ങൾ തെളിയണമെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മക്കൾ ദൈവ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന സന്ദർഭങ്ങളിൽ ആണ്. നമ്മൾ തുടർന്ന് ശമൂവേൽ ബാലനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ ഭാഗമല്ല, നമ്മുടെ സമയമായതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. 3 ചെറിയ ചിന്തകൾ വളരെ പരിചിതമായൊരു ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ 2-3 കാര്യങ്ങൾ. 1-2-3 കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ എൽക്കാന എന്ന ഭർത്താവ് പാരസ്പര്യത്തിൻ്റെ വക്താവായി, എ മാൻ ഓഫ് മ്യൂച്വാലിറ്റി, ജീവിതത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ ഭാര്യമാരെ ചേർത്ത് നിർത്തി ആ സങ്കട കടലിൻ്റെ മധ്യത്തിൽ അവർക്ക് പാരസ്പര്യത്തിൻ്റെ പാലം പണിതു കൊടുക്കുന്ന ഏറെ വിനയാന്വിതനായ പക്വമതിയായ ഭർത്താവായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ശ്രദ്ധയോടുകൂടെ നിൽക്കുന്ന ആളായിട്ട് എൽക്കാനയെ നമ്മൾ കാണും. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചത് മക്കളുള്ള പെനിന്ന. അവൾ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവളുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നൽകിയിട്ടും അവൾ പരിഹാസത്തിൻ്റെ, മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൽ, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അനുഭവത്തിൽ തീരുകയാണ്. പ്രിയമുള്ള മക്കളുള്ള മാതാപിതാക്കളെ, അനുഗ്രഹീതരായ മാതാപിതാക്കളെ, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് തോന്നുമ്പോൾ നമ്മുടെ മക്കൾ അവരെക്കാട്ടിൽ ശ്രേഷ്ഠരാണ്, മിടുക്കരാണെന്ന് അഭിമാനിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെക്കുറിച്ച് വല്ലാതെ അഭിമാനിക്കുമ്പോൾ അതില്ലാത്ത, അത്രത്തോളം സൗഭാഗ്യമില്ലാത്ത ആളുകളെ മുറിപ്പെടുത്താതിരിക്കുന്നതും പരിഹസിക്കാതിരിക്കുന്നതും തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു വലിയ നന്മയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. ദാനമായി കിട്ടിയത് നേട്ടമായി കാണാതെ, ദാനമായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പണത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. വിശ്വാസത്തിൻ്റെ വിപരീത അനുഭവങ്ങളിലേക്ക് പോകാതെ
വിശ്വാസത്തിൻ്റെ കാതലായ അനുഭവത്തിൽ നിൽക്കാൻ സാധിക്കണം. ഹന്നയാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക. പ്രാർത്ഥനയുടെ അടയാളം, പ്രാർത്ഥനയുടെ പര്യായം, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വാടാമലരായിട്ട് തീരുന്നു. എത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും, എത്രമാത്രം വിമർശനസ്വരങ്ങൾ ഉണ്ടായിട്ടും, പുരോഹിതൻ പോലും വിമർശിച്ചിട്ടും അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ പ്രതിജ്ഞയെടുത്ത് ആരാധനമധ്യേ അവളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. എനിക്കെൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു കുഞ്ഞിനെ എന്നെ ഓർത്തൊരു കുഞ്ഞിനെ നൽകുമെങ്കിൽ കിട്ടുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ജീവപര്യന്തം ഞാൻ അവനെ യഹോവയ്ക്കായിട്ട് കൊടുക്കും. ലഭിക്കുന്നതിന് മുമ്പെയുള്ള സമർപ്പണമാണ് ലഭിച്ചു കഴിഞ്ഞതിനുള്ള സമർപ്പണത്തെക്കാൾ ഏറ്റവും അമൂല്യമായിട്ട് ദൈവം തമ്പുരാൻ കാണുന്നത്. ഒരിക്കലും വാടാത്ത മലരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വളർന്നു വരുന്ന ശമൂവേൽ ബാലനെ കാണുന്നു. നമ്മൾ സാധാരണ കോളേജിലൊക്കെ പോകുന്ന സമയങ്ങളിൽ ഓരോ വിഷയം മെയിൻ എടുത്താണ് നമ്മൾ പഠിക്കുന്നത്. ചിലരൊക്കെ നല്ല കോളേജിൽ പഠിക്കുന്ന ആളുകൾ ട്രിപ്പിൾ മെയിൻ എടുത്ത് പഠിക്കും. ഏതിനാണ് സാധ്യതയുള്ളത് അതനുസരിച്ചൊക്കെ പിന്നീട് PG ഒക്കെ പഠിക്കുവാനുള്ള സൗകര്യത്തിന് വേണ്ടി ഉള്ള വഴികൾ കണ്ടെത്തുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെങ്കിൽ പ്രാർത്ഥിച്ച് കിട്ടിയ, നേർച്ച നേർന്ന് കിട്ടിയ ഈ പൈതൽ ശമൂവേൽ വളർന്നു വരുമ്പോൾ അവൻ പ്രവാചകനായും പുരോഹിതനായും ന്യായാധിപനായും ഒരുപക്ഷെങ്കിൽ ഹൈബ്രിഡ്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജെൻസി തലമുറ എന്ന് പറയുന്നത് പോലെ ഒരു ഹൈടെക് ചൈൽഡായിട്ട് വളർന്ന് ഒരുപക്ഷെങ്കിൽ ഇസ്രയേലിൻ്റെ ചരിത്രത്തിലുണ്ടായിരുന്ന മാന്യത്തെയെല്ലാം മാറ്റി അവിടെ ഒരു പുതിയ രാജവാഴ്ചയുടെ ആദ്യ കണ്ണിയായിട്ട് നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പുത്തൻ തലമുറയ്ക്ക് പ്രതീക്ഷയുടെ ഒരു പുതുനാമ്പ് കൊടുക്കുവാനായി അദ്ദേഹത്തിന് സാധിക്കുന്നു. പുതിയ തലമുറയുടെ വക്താവായിട്ട് ശമൂവേൽ ബാലൻ തീർന്നു. നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പാരസ്പര്യത്തിൻ്റെ നല്ല വക്താക്കളായിട്ട് തീരാം. നമ്മളൊരിക്കലും പരിഹാസത്തിൻ്റെ അടയാളമായി തീരാതെ നന്മയുടെ വാടാമലരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നും പ്രാർത്ഥനയുടെ ഒരു നല്ല വക്താവായി അടയാളമായിട്ട് തീരുവാൻ, അങ്ങനെ തലമുറകൾക്ക് അനുഗ്രഹമായി ഒന്നിലധികം മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തെ നിലനിർത്തുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.